കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളായ BPCLന്റെയും HOCയുടെയും കൂറ്റൻ മതിലുകൾക്കിടയിൽ ദുരിത ജീവിതം നയിക്കുകയാണ് അയ്യങ്കുഴി നിവാസികൾ. കൊച്ചിയിലാണ്. വിഷപ്പുക ശ്വസിച്ച് നിത്യരോഗികളായ അയ്യങ്കുഴിക്കാർ ശുദ്ധവായുവിനും വെള്ളത്തിനുമായി നിയമപോരാട്ടം നടത്താൻ തുടങ്ങിയിട്ട് 1-2 വർഷമല്ല, 35 വർഷമായി. ഭൂമി ഏറ്റെടുക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം പാലിച്ചതേയില്ല. പുനരധിവാസമെന്ന ആവശ്യത്തിന് സർക്കാരും കമ്പനികളും ചെവി കൊടുത്തതേയില്ല. അർബുദവും ശ്വാസകോശ രോഗവും ഇവിടുത്തുകാർക്കിടയിൽ വർദ്ധിക്കുകയാണ്. പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളെയും രോഗങ്ങൾ പിടികൂടുന്നു. അയ്യങ്കുഴിക്കാർ ചോദിക്കുന്നു, റിപ്പോർട്ടർ ലൈവത്തോളിൽ, ഞങ്ങളും മനുഷ്യരല്ലേ? ഞങ്ങൾക്കും നീതി വേണ്ടേ? ഇനി എത്ര നാൾ ഈ വിഷപ്പുക ഇവർ ശ്വസിക്കണം? ജനകീയ വിഷയങ്ങൾ ഏറ്റെടുക്കുന്ന റിപ്പോർട്ടർ TVയുടെ മറ്റൊരു ലൈവാത്തോണാണ്. ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുന്നു. അലി അക്ബർ ഷാ, അല്ലമീൻ, ലേബി സുജേന്ദ്രൻ, അഞ്ജലി ശ്രീജിത രാജ്. അല്ലമീൻ ഇപ്പോൾ BPCL കമ്പനി ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാർക്കൊപ്പമുണ്ട്. അലി അക്ബർ ഷാ അയ്യൻകുഴിയിൽ രോഗബാധിതർക്കൊപ്പം ചേരും. അഞ്ജലി ശ്രീജിത രാജ് ഈ കിടപ്പ് രോഗിയെ പങ്കജാക്ഷന്റെ വീട്ടിൽ നിന്ന് ചേരും. ഹൈക്കോടതി ഇടപെടലിന്റെ വിശദാംശങ്ങളുമായി ലേബി സുജേന്ദ്രനും നമുക്കൊപ്പമുണ്ട്. ഞാൻ ആദ്യം അല്ലമീനിൽ നിന്ന് തുടങ്ങാം. അല്ലമീൻ, വല്ലാത്ത കഥയാണ് ഈ മനുഷ്യരുടേത്. അവർ വിഷപ്പുക ശ്വസിക്കാൻ തുടങ്ങിയിട്ട് 35 വർഷമായി. പലയിടത്തും പരാതി പറഞ്ഞു. കോടതി പോലും അവർക്ക് അനുകൂലമായി നിന്നിട്ടും ഇന്നുവരെയും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. എന്താണ് പ്രതിഷേധക്കാർ പറയുന്നത്? എന്താണ് ഇപ്പോഴത്തെ ആവശ്യം? BPCL ഗേറ്റിന് മുന്നിൽ പ്രതിഷേധക്കാരുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലമീൻ. അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ നിൽക്കുന്നത് HOCയുടെ മുന്നിലാണ്. HOC ഗേറ്റിന് മുന്നിലാണ്. തൊട്ടപ്പുറത്ത് BPCLന്റെ ഗേറ്റുമുണ്ട്. ഇവിടെ നിന്നുള്ള പ്രതിഷേധമാണ് ഈ ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽ ലിമിറ്റഡ്സും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡും ഇവിടെ നിന്നുള്ള ഈ കമ്പനികളുടെ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങപ്പെട്ട കുറച്ച് കുടുംബക്കാർ, അവരെ ഈ കമ്പനികൾ 4 മതിലുകൾക്കുള്ളിലാക്കി ജയിൽ ജീവിതം പോലെ അവരുടെ ജീവിതം ദുസ്സഹമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മതിലുകൾക്കുള്ളിൽ ഒതുങ്ങി എന്നുള്ളത് മാത്രമല്ല, നമ്മളിവിടെ വന്നപ്പോൾ തന്നെ അരുൺകുമാർ, ഇവിടെ നിന്നുള്ള വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് കമ്പനിയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഭാഗമായിട്ടുള്ള ദുർഗന്ധമാണ്. ഇവർ പറയുന്നത് കാലങ്ങളായിട്ട് അവർ ഈ ദുർഗന്ധവും സഹിച്ച് ഇവിടെ കിടക്കുന്നു. ദുർഗന്ധത്തിനപ്പുറത്തേക്കും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും ത്വക്ക് രോഗം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ പല രീതിയിൽ അനുഭവപ്പെടുന്നുണ്ട്. പ്രായമായവർക്ക് ശ്വാസതടസ്സം ഉൾപ്പെടെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രതിസന്ധികളുടെ നടുവിൽ കഴിയുന്ന ഒരു കൂട്ടം ആളുകളാണ്. അതിൽ നമുക്കിപ്പോൾ ഈ പ്രതിഷേധം നടത്തുന്ന ആളുകളിൽ പ്രായമായവരുണ്ട്, കൊച്ചു കുട്ടികളുണ്ട്. ഒരു തലമുറയെ പോലും അവരുടെ മുന്നോട്ടുള്ള ഭാവിയിൽ പോലും ആശങ്കയുള്ള ആളുകളാണ് ഈ പ്രതിഷേധവുമായി നിൽക്കുന്നത്. ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ എന്ത് എന്നുള്ളത് സമരസമിതി ആളുകളോട് തന്നെ നമുക്ക് ചോദിക്കാം. എല്ലാ ദിവസവും അവരുടെ ഈ പ്രതിഷേധ സമരം നടത്തുന്നുണ്ട്. അവരുടെ ഈ അനിശ്ചിതകാല സമരം ഇന്നിപ്പോൾ 20ാമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചേട്ടാ, നിങ്ങൾ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഞങ്ങൾ ഇവിടെ അനുഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ രണ്ട് കമ്പനിയുടെയും 4 മതിൽക്കെട്ടിനുള്ളിലാണ് ഞങ്ങളൊരു 9.5 ഏക്കർ സ്ഥലമുള്ളൂ. ഈ 9.5 ഏക്കറിൽ ഇവർ ഞങ്ങളുടെ കുടിവെള്ളം മുതൽ എല്ലാ സാധനവും മുട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ രാത്രി ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് പുക കാരണവും ദുർഗന്ധം കാരണം ഇരിക്കാൻ പറ്റില്ല. അത് ചില ദിവസങ്ങളിലൊക്കെ ഇതുണ്ടായി കഴിഞ്ഞാൽ ഞങ്ങൾ പിള്ളേരെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് തീവ്രമായ ദിവസങ്ങളിൽ 2-3 പ്രാവശ്യം ഞങ്ങളുടെ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ആക്കേണ്ടി വന്നിട്ടുണ്ട്. ആ മെഡിക്കൽ ട്രസ്റ്റ് ആദ്യം ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്നുള്ള റിപ്പോർട്ട് സഹിതം മെഡിക്കൽ ട്രസ്റ്റിൽ പോയി കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള റിപ്പോർട്ടും ഇതിൻ്റെയാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഇതിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തി ഇവിടെ. ഈ മെഡിക്കൽ ക്യാമ്പിൽ 80ഓളം പേര് പരിശോധിച്ചാലും 40ഓളം പേർക്ക് ഗുരുതരമായ ശ്വാസകോശ രോഗങ്ങളും അതിൽ അതിതീവ്രമായ COPD ഉൾപ്പെടെയുള്ളവർ അന്ന് തന്നെ 7ഓളം പേരെ കണ്ടെത്തി. അതിനുശേഷം ഇപ്പോൾ 2 വർഷത്തോളമായി ഓരോരുത്തർക്കായിട്ട് പുതിയതായിട്ട് COPD, അത് നമ്മൾ പോയി ചെക്ക് ചെയ്യുമ്പോഴാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സമരത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? സമരത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഹൈക്കോടതി വിധി നടപ്പിലാക്കുക. ഹൈക്കോടതി വിധി വന്നിട്ട് 2 കൊല്ലമായിട്ടും നടപ്പിലാക്കാത്ത ഈ ഭരണാധികാരികൾക്കെതിരെ, ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഈ 2 കമ്പനികൾക്കെതിരെ ഞങ്ങൾക്ക് നീതി ലഭിക്കണം. അയ്യങ്കുഴിക്കാർക്ക് നീതി ലഭിക്കണം. അയ്യങ്കുഴി ജനതയുടെ വരുന്ന തലമുറയ്ക്കെങ്കിലും, ഞങ്ങളുടെ കാലം കഴിഞ്ഞു, ഇനി വരുന്ന തലമുറയ്ക്കെങ്കിലും ശുദ്ധവായു ശ്വസിച്ച് ശുദ്ധജലം കുടിച്ച് ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കണം. ഞങ്ങളെ ഇവിടുന്ന് പുനരധിവസിപ്പിക്കണമെന്നുള്ള
ഹൈക്കോടതി വിധി നടപ്പിലാക്കണമെന്നുള്ളതാണ് നമ്മുടെ ആത്യന്തികമായിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം. അതിനു വേണ്ടിയിട്ട് ഏതറ്റം വരെയും സമരത്തിന് മുന്നോട്ട് പോകാൻ ഈ 9.5 ഏക്കർ സ്ഥലം ആരാണ് പുതുതായിട്ട് ഏറ്റെടുത്ത് കൊടുക്കേണ്ടത്? ഈ കോടതി വിധി പാലിക്കേണ്ടത് ആരാണ്? വേണ്ടി പോരാടാൻ തയ്യാറാണ്. ഈ സ്ഥലം ആര് ഏറ്റെടുക്കണം, ഏത് രീതിയിൽ പരിഹരിക്കണം, ആര് സ്ഥലം ഏറ്റെടുക്കണം, നിങ്ങൾക്ക് പകരം എവിടെ പുനരധിവാസം ഉറപ്പാക്കണം, അതൊക്കെയാണല്ലോ നിങ്ങളുടെ ആവശ്യം. തീർച്ചയായിട്ടും. പക്ഷേ സ്ഥലം ആരെ ഏറ്റെടുക്കണം എന്നുള്ളത് ഞങ്ങൾ വെച്ചത് ഈ റെഡ് കാറ്റഗറിയിൽപ്പെട്ട 2 കമ്പനികളാണ് ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് കമ്പനി രൂപീകരിച്ച് വലുതാക്കി. അതിന് ഉത്തരവാദികൾ കമ്പനികളാണ്. അപ്പോൾ അവർക്കെതിരെയാണ് ഞങ്ങൾ 14 വർഷമായിട്ട് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തത്. ആ കേസിനെ അട്ടിമറിച്ചുകൊണ്ട് ഈ 2 കമ്പനികളും ഞങ്ങൾക്ക് ഇനി ഒരു പ്രൊജക്റ്റ് ഇല്ലെന്ന് BPCLും ഞങ്ങൾ പാപ്പരാണെന്ന് HOCയും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി സർക്കാരിനോട്, ഒരു പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ടത് സർക്കാരാണെന്നുള്ള നിലയ്ക്ക് സർക്കാരിനോട് ഇതിൽ എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഈ കമ്പനികളെ രക്ഷിച്ചുകൊണ്ട് സർക്കാർ പറഞ്ഞു അത് ഞങ്ങൾ പരിഹരിക്കാം, ഞങ്ങളത് ഏറ്റെടുക്കുന്നു എന്ന് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ സർക്കാർ പല പദ്ധതികൾക്ക് വേണ്ടിയിട്ട് കിൻഫ്ര പോലുള്ള സ്ഥാപനങ്ങളെ കൊണ്ടുവരികയും ഈ സ്ഥാപനങ്ങൾക്ക് ഈ കേവലം 9.5 ഏക്കർ മാത്രമുള്ള അയ്യങ്കുഴി പ്രദേശം വേണ്ടെന്നും അവർക്ക് 35 മുതൽ 50 ഏക്കറോളം സ്ഥലം വേണമെന്നും ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവർ ഒഴിഞ്ഞു പോവുകയും ചെയ്തു. പിന്നീട് നമ്മുടെ കളക്ടർക്ക് ഇടപെട്ടിട്ട് ഇപ്പോഴത്തെ നമ്മുടെ ചീഫ് സെക്രട്ടറി ആയിട്ടുള്ള ശാരദാ മുരളീധരൻ അന്ന് വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ അധിപതിയായിരുന്നു. അതിൻ്റെ ഒരു ടെസ്റ്റ് ഇവിടെ നടത്തുകയും ആ വേസ്റ്റ് മാനേജ്മെൻറ്റ് കമ്പനി സ്ഥാപിക്കാനായിട്ട് ഈ 9.5 ഏക്കർ സ്ഥലം ആപ്റ്റാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഇത് ലോകബാങ്കിൻ്റെ ഫണ്ടിങ് ആയതുകൊണ്ട് കുറച്ച് താമസമെടുക്കുമെന്ന് പറയുകയും ആ താമസം 1.5 കൊല്ലമാണ് പറഞ്ഞത്. ആ 1.5 കൊല്ലത്തിന് ശേഷവും നടക്കാത്ത ഒരവസ്ഥയിൽ സർക്കാർ ആ പദ്ധതിയും ഉപേക്ഷിച്ചു. കുട്ടികളെ കൊണ്ടൊക്കെയാണ് സമരത്തിന് വന്നിരിക്കുന്നത്. അത്രത്തോളം ഗുരുതരമായ സാഹചര്യമാണ് നേരിടുന്നത്. ഇവിടെ ഗുരുതരമായ സാഹചര്യം തന്നെയാണ്. നമ്മൾ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ നടുക്ക് കിടക്കുന്ന ഒരു ജനവാസ മേഖലയെന്ന് ഇവർ പറയുന്ന ഈ 9 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. എത്ര കുടുംബങ്ങളുണ്ട് അവിടെ? ഇവിടെ ഒരു 42 കുടുംബങ്ങളുണ്ട്. പക്ഷേ 42 കുടുംബങ്ങൾ ഇപ്പോൾ ഇവിടെ താമസിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഒരു 10 വർഷമായിട്ട് വാടകയ്ക്ക് പോയേക്കാണ്. കുട്ടികളുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ കാരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ ഭീമമായ വാടക കൊടുത്ത് വേറെ സ്ഥലത്ത് ഞങ്ങൾക്ക് വീട് സ്ഥലം ഉണ്ടായിട്ട് പോലും ഞങ്ങൾ മാറി താമസിക്കുകയാണ്. എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ജില്ലാ കളക്ടറോടാണ്. ഞങ്ങളുടെ ഈ 2 റെഡ് കാറ്റഗറി കമ്പനികളുടെ ഇടയിൽപ്പെട്ട് കിടക്കുന്ന ഞങ്ങളെ രക്ഷിക്കാൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവാദിത്തമില്ലേ? അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്? ഇത് പലതവണ ഞങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ്, അത് ടെസ്റ്റ്, ഈ ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നതല്ലാതെ ഇതിവിടെ അനുകൂലമായി ഞങ്ങൾക്കിവിടെ പൊല്യൂഷൻ ഉണ്ട് എന്നൊരു റിപ്പോർട്ട് വന്നിട്ട് പോലും അദ്ദേഹം അത് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല. അദ്ദേഹം ആർക്ക് വേണ്ടിയാണ് ഞങ്ങൾക്ക്? അതായത് പൊല്യൂഷൻ ടെസ്റ്റ് നടത്തുന്നു, ഇവിടെ ഉള്ളവർക്ക് പൊല്യൂട്ടഡ് ആണ്, പ്രശ്നമുണ്ട് എന്ന് റിപ്പോർട്ട് വന്നിട്ട് മെഡിക്കൽ ടെസ്റ്റ് നടത്തി അതിൽ നമ്മൾക്ക് ഭീമമായ അസുഖമുണ്ടെന്ന് പറയുന്നു. എല്ലാ റിപ്പോർട്ടുകളും സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ടും പിന്നെയും അദ്ദേഹം കോടതിയിൽ പിന്നെയും അഫിഡവിറ്റ് വെച്ച് പിന്നെയും പൊല്യൂഷൻ ടെസ്റ്റ് നടത്താൻ ഞങ്ങൾക്ക് ഇപ്പോഴും ഉത്തരവിട്ടിരിക്കുകയാണ്. ഇത് ആരെ രക്ഷിക്കാൻ വേണ്ടിയാണ് ജില്ലാ കളക്ടർ ചെയ്തതിന് വ്യക്തമായ ഉത്തരം അദ്ദേഹം ഞങ്ങൾക്ക് തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. റിപ്പോർട്ടർ ചാനലിൽ ഈ ന്യൂസ് പുറത്തു കൊണ്ടുവന്ന് ഞങ്ങളുടെ ഈ പ്രശ്നം ജനകീയമാക്കി തന്നെയെന്ന് ഞാൻ അരുൺകുമാർ സാറിനോട് അപേക്ഷിക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നു എന്ന് പറയുന്നത്, അപ്പോൾ വേറെ സ്ഥലം മാറിപ്പോകാൻ പറ്റുന്ന സാഹചര്യമെന്നുള്ള ആളുകളല്ല. ഞങ്ങൾ അങ്ങനെയുള്ളവരാരുമില്ല സാർ. ഇവിടെ കണ്ടിട്ടുണ്ടാവും ഞങ്ങളുടെ വീടുകൾ ഒരു 80 വർഷം മുമ്പുണ്ടായ ഒരു ഏരിയ പോലെയാണ് ഞങ്ങളുടെ സ്ഥലം ഇപ്പോഴും കിടക്കുന്നത്. പൊളിഞ്ഞ് ഏത് സമയവും പൊട്ടി വീഴാറായ വീടുകളാണ് ഞങ്ങൾക്ക്. ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളുള്ള ഒരു രീതിയിലുമല്ല ഞങ്ങളിപ്പോൾ ജീവിക്കുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ ജില്ലാ കളക്ടർക്കെതിരെ ഞങ്ങൾ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഞങ്ങൾ ഇവിടെ പറയുകയാണ്. മിനിസ്റ്റർ പി രാജീവിനോടും ഈ വിഷയം ചോദിക്കാവുന്നതാണ്. പ്രതികരണം എടുത്തോളൂ. ഞാനൊന്ന് അലി അക്ബർ ഷായിലേക്ക് കൂടി പോയി വരണം. അലി അക്ബർ ഷാ അയ്യൻകുഴിയിൽ രോഗബാധിതർക്കും കുടുംബങ്ങൾക്കും ഒപ്പമാണ് നിൽക്കുന്നത്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ടിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് അലി അക്ബർ ഷായാണ്. അലി അക്ബർ ഷാ ചെയ്ത ആദ്യകാലത്തെ ഒരു റിപ്പോർട്ടിലാണ് ഇത്രയും അധികം ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അയ്യൻകുഴിയിലുണ്ട് എന്ന് മനസ്സിലാക്കിയത്. നോക്കൂ, നമ്മുടെ നാട്ടിൽ ഈ പൗരന്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭരണകൂടത്തിനാണ്. ആ കമ്പനികൾ അത് ചെയ്യുന്നില്ലെങ്കിൽ, അവർ പാപ്പരാണെന്ന് കള്ളക്കേസ് അല്ലെങ്കിൽ കള്ള അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സർക്കാരാണ് അതിനെ പ്രതിരോധിച്ച് ഈ കുടുംബങ്ങൾക്ക് 42 കുടുംബങ്ങൾക്ക് നീതി കൊടുക്കേണ്ടത്. നമുക്കിപ്പം അലി അക്ബർ ഷായുണ്ട്. അലി, എത്രമാത്രം ഗുരുതരമാണ് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യനില ഇപ്പോൾ? അരുൺകുമാർ, അതിദയനീയമാണ് ഇവിടുത്തെ സാഹചര്യം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശം അയ്യൻകുഴിയിലാണ്. ദൃശ്യങ്ങളിൽ കാണാം 2 മതിലുകൾ. ഒരു വശത്ത് HOCയുടെ മതിൽ, ഒരു വശത്ത് BPCLന്റെ മതിൽ. ഈ 2 കൂറ്റൻ മതിലുകൾക്കിടയിലെ ഇടുങ്ങിയ ജീവിതമാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളായി അയ്യൻകുഴിയിലെ 42ഓളം വരുന്ന കുടുംബങ്ങൾ നയിക്കുന്നത്. ഈ പ്രദേശത്തിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മഴ പെയ്യുകയാണ്, കൃത്യസമയമാണ്. ഈ മഴ പെയ്യുമ്പോൾ ഈ 2 കമ്പനികളിൽ നിന്നും ഉയർന്ന വിഷപ്പുക താഴേക്ക് ഇറങ്ങും. ഈ സ്ഥലത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. അതിരൂക്ഷമായ ദുർഗന്ധം ഉണ്ടാകും. കെമിക്കലിന്റെ ഗന്ധമാണ് ഈ പടരുന്നത്. അതുപോലെ തന്നെ കോട ഇറങ്ങിയ
പറഞ്ഞതുപോലെ ഈ പ്രദേശത്തേക്ക് പുക പടരും. ഇതൊക്കെ ഈ ഉണ്ടാക്കുന്ന ത്വക്ക് രോഗങ്ങൾ, അർബുദബാധിതരായ രോഗികൾ, അതുപോലെ ശ്വാസം മുട്ടലുള്ള ആളുകൾ, ശ്വാസം മുട്ടി മരിക്കുന്ന ആളുകൾ, ഇവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അയ്യങ്കുഴിയിൽ. അടുത്ത കാലത്തായി മരിച്ച 3 പേരും അവസാന ഘട്ടത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചത് ശ്വാസം മുട്ടൽ കാരണമാണ്. ഇവിടുത്തെ മനുഷ്യർ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ പറയുന്നത് പോലെ ഇവിടെ ഏറ്റവും പ്രധാനമായി ചോദ്യം ഉയർന്നത് അധികാരികൾക്കെതിരെ, പ്രധാനമായും 2 കമ്പനികൾക്ക്, അതുപോലെ തന്നെ ഈ സർക്കാരിനെതിരെ. കാരണം ഹൈക്കോടതി അതിരൂക്ഷമായ വിമർശനങ്ങൾ പല ഘട്ടത്തിലും അയ്യങ്കുഴിയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഒന്നുകിൽ 2 കമ്പനികൾ ഈ ഭൂമി ഏറ്റെടുത്ത് ഇവരെ പുനരധിവസിപ്പിക്കുക, അല്ലെങ്കിൽ സർക്കാർ ഈ ഭൂമി ഏറ്റെടുത്ത് ഇവരെ പുനരധിവസിപ്പിക്കുക. ഈ ഇത്തരത്തിൽ വളരെ രൂക്ഷമായ പ്രതികരണം പലയാവർത്തി ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഗുരുതരമായ വീഴ്ച. ചേച്ചി, ഇപ്പം എന്തൊക്കെയാണ് നിങ്ങൾ ഓരോ ദിവസവും ഇവിടെ അനുഭവിക്കുന്ന ദുരിതങ്ങൾ? ഇവിടെ ഇപ്പൊ മഴയാണല്ലോ, ശക്തമായ മഴയാണല്ലോ. ഈ മഴ സമയത്ത് ഇവര് പ്ലാന്റിൽ നിന്നുള്ള നമുക്ക് സ്മെല്ലാണ് വരുന്നത്. ഈ വരുന്ന സ്മെല്ല് എന്ന് പറഞ്ഞാൽ അന്തരീക്ഷം ഘനീഭവിച്ച് നിൽക്കുന്ന സമയത്ത് ഇവര് പ്ലാന്റിൽ തുറന്നു വിടും. ഇത് BPCL ആണോ HOC ആണോ എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ 2 പേരോട് നമ്മളിത് വിളിച്ചു പറയും. പക്ഷെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അവരാരും അവരുടേതല്ല സ്മെല്ലെന്നാ പറയുന്നത്. നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനിയിപ്പോ നിങ്ങൾ കുറച്ച് സമയമായിട്ട് വെയിറ്റ് ചെയ്ത് അറിയാൻ പറ്റും. ഈ സാധനം തുറന്നു വിട്ട് കഴിയുമ്പോൾ അന്തരീക്ഷം മുഴുവനും പുകപടലം പോലെ അങ്ങോട്ട് ഇതാവും. എന്നിട്ട് അതെല്ലാം നമ്മുടെ താഴ്ന്ന പ്രദേശമാണല്ലോ, താഴത്തേക്ക് വന്നിറങ്ങുക. അപ്പോൾ ഉണ്ടാകുന്ന ഇപ്പൊ 2 ആഴ്ച മുമ്പുണ്ടായ സ്മെല്ലെന്ന് പറയുന്നത് ശരിക്കും ഒരു പനാമര, നമ്മൾ പാടത്തടിക്കുന്ന പനാമറുണ്ടല്ലോ, ആ പനാമറിന്റെ സ്മെല്ലായിരുന്നു. ഈ അടുത്ത കാലത്തുണ്ടായ മരണങ്ങളിൽ പലതും ശ്വാസമുട്ടലായിരുന്നു ഏറ്റവും പ്രധാനമായും അനുഭവിച്ചത്. അതെ, തീർച്ചയായിട്ടും അതായിരുന്നു. നമ്മുടെ താഴത്തെ വീട്ടിലെ ഒരു ചേട്ടൻ മരിച്ചിട്ട് ഇപ്പൊ 4 മാസമായിട്ടുള്ളൂ. അതിന് 2 ദിവസം മുമ്പ് ഇതുപോലത്തെ സ്മെല്ലുണ്ടായിരുന്നു. തലേ ദിവസം സ്മെല്ലുണ്ടായിരുന്നു. പിറ്റേ ദിവസം രാവിലെ ചേട്ടൻ ഇൻഹേലർ ചെയ്തോണ്ടിരുന്നതായിരുന്നു, അടിച്ചോണ്ടിരുന്നതായിരുന്നു. പിറ്റേ ദിവസം നേരെ വെളുത്തപ്പോ ആ ചേട്ടൻ മരിച്ചു കിടക്കുന്നതാണ് നമ്മൾ നോക്കിയത്. അരുൺ, ഇതാണ് സാഹചര്യം. അതായത് ഇവിടുത്തെ ജീവിതം അതീവ ദുസ്സഹമാണ്. ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ഈ 2 കമ്പനികൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം, ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടാവുകയാണെങ്കിൽ, ഒരു അപകടം ഉണ്ടാവുകയാണെങ്കിൽ കാറ്റിന്റെ ദിശ നോക്കി, അതായത് അത് കൃത്യമായി എഴുതി കൊടുത്തിരിക്കുകയാണ്. വളരെ വിചിത്രമാണ് ഈ ജീവിതം, ഈ മനുഷ്യരുടെ ജീവിതം. എഴുതി കൊടുത്തിരിക്കുകയാണ്, കരിയിലെടുത്ത് മുകളിലേക്ക് എറിയുക, കാറ്റിന്റെ ദിശ മനസ്സിലാക്കുക, കാറ്റിന്റെ ദിശയുടെ എതിർദിശയിൽ ഓടുക. എന്തൊരു ദുരിത ജീവിതമാണ് ഈ മനുഷ്യരുടെ എന്നത് ഞെട്ടിക്കുന്നതാണ് അരുൺ. ഈ ഭാഗം, ഈ 42ഓളം വരുന്ന കുടുംബങ്ങൾ, ഇവർ HOC എന്തെങ്കിലും ആനുകൂല്യം നൽകുന്നുണ്ടോ? അരുൺകുമാർ, ഈ പ്രദേശത്തുള്ള ചില ആളുകൾ സ്ഥിര ജീവനക്കാർ അല്ലെങ്കിൽ കൂടി ഇവരിൽ പലരും ഈ കമ്പനികളിൽ താൽക്കാലികമായി എപ്പോഴെങ്കിലും ജോലി ഉള്ളപ്പോൾ പണിക്ക് പോകുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്കുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളോ സഹായങ്ങളോ കമ്പനികളുടെ ഭാഗത്തുനിന്നും ഇവർക്ക് ഉണ്ടായിട്ടില്ല, ഇന്നോളം ഉണ്ടായിട്ടില്ല. ചേട്ടാ, ഈ കമ്പനികൾ ഏതെങ്കിലും രീതിയിൽ ഈ വിഷയം നിങ്ങൾ പറയുമ്പോൾ നിങ്ങളുടെ ഒപ്പം നിന്നിട്ടുണ്ടോ? ഇല്ല, കമ്പനി ഒരിക്കലും ഞങ്ങൾക്കൊപ്പം ഇല്ല. കമ്പനി എപ്പോഴും ഞങ്ങളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ആളുകൾ കിടന്ന് ശ്വാസം മുട്ടലും മറ്റു രോഗങ്ങളും എല്ലാം അനുഭവിക്കുമ്പോൾ കമ്പനി ഞങ്ങൾക്ക് ഒരു ആനുകൂല്യം തന്നിട്ടില്ല. അത് തന്നെയല്ല, ഇവിടെ ഈ മതിലിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് പുറത്തേക്ക് പോകാൻ പോലും പറ്റാത്തത്. വണ്ടി സൗകര്യമില്ല, ഇവിടെ സ്കൂളിന്റെ സൗകര്യമില്ല, സ്കൂളൊക്കെ ഇവിടുന്ന് മാറ്റിക്കളഞ്ഞു. പൊല്യൂഷൻ കാരണം ഇവിടെ കിടക്കാൻ പറ്റില്ലാത്ത അവസ്ഥയാണ്. ഈ കുട്ടികളെ കൊണ്ട് ഇവിടെ ജീവിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, കുട്ടികൾക്ക് ത്വക്ക് രോഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാവുമെന്ന് പറയുന്നുണ്ട്. ഉണ്ട്. മഴ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഭയങ്കര സ്മെല്ലും കാര്യങ്ങളും, എപ്പോഴും ജലദോഷവും ഇതൊക്കെ തന്നെയാണ്, പനിയും കാര്യങ്ങളും. ഒരുപാട് പേര് ഇവിടുന്ന് താമസം മാറി വാടകയ്ക്ക് പല സ്ഥലങ്ങളിലേക്കും പോയി, വാടകയ്ക്ക് പോയേക്കോ ഇവിടുന്ന്. അരുൺ, ഇതാണ് സാഹചര്യം. പ്രായമായവരും കുട്ടികളും കാണാം. ചേച്ചി, കുട്ടികൾക്കൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നില്ല, എന്താ അവസ്ഥ? രോഗങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എല്ലാ വീക്കിലും നമ്മൾ നോക്കുമ്പോൾ കുഞ്ഞുങ്ങളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണ് നേരം കിട്ടുന്നുള്ളൂ. ഭയങ്കര അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടേറിയ അവസ്ഥയാണ്. എത്ര കാലമായി നിങ്ങളുടെ സമരം? എന്തുകൊണ്ടായിരിക്കും ആരും ഇതുവരെ കേൾക്കാത്തത്? അതെന്താന്നറിയില്ല. നമ്മളിങ്ങനെ പറയുന്നുണ്ട്, പോരാടുന്നുണ്ട്, പക്ഷെ ആരും അത് മനസ്സിലാക്കുന്നില്ല. അരുൺ, അതിദയനീയമാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെ ഒരു കാഴ്ച കൂടി കാണിക്കാനുണ്ട്. ഈ പ്രദേശത്ത് ഒരു റോഡുണ്ടായിരുന്നു, അതായത് 2 ബസ്സുകൾ ഓടിക്കൊണ്ടിരുന്ന ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു. ഈ കമ്പനികൾ വന്നതിന് ശേഷം ഈ കമ്പനികൾക്ക് വേണ്ടി ഈ ബസ് റൂട്ട് കെട്ടിയടച്ച് മതിൽ കെട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ അവിടെ ഒരു റോഡ് ഉണ്ടായിരുന്നു എന്നൊന്നും വ്യക്തമാവില്ല. ഈ മതിലിന്റെ ഒരു വശത്ത് ഈ ഭാഗത്ത് പുത്തൻകുരിശിലേക്ക് പോകാനുണ്ടായിരുന്ന ഈ ജനങ്ങളുടെ ആകെ ആശ്രയമായിരുന്ന 2 ബസ്സുകൾ ഓടിയിരുന്ന ഒരു ബസ് റൂട്ട് ഉണ്ടായിരുന്നു. ആ ബസ് റൂട്ട് ഉൾപ്പെടെ കെട്ടിയടച്ചു. ഈ വീട്ടിൽ ക്യാൻസർ രോഗി ഉൾപ്പെടെയുള്ള വീടാണിത്, അല്ലേ? ഇവിടെ ക്യാൻസർ രോഗികളും അതുപോലെ തന്നെ ഗുരുതരമായ ശ്വാസമുട്ട് അനുഭവിക്കുന്ന ആളുകളുമുണ്ട്. ചേച്ചി, എന്താണ് ഇവിടുത്തെ സാഹചര്യം? ആരോഗ്യാവസ്ഥ എന്താണ്? എനിക്ക് മോൾക്ക് ശ്വാസം മുട്ടലാണ്, അമ്മ ക്യാൻസർ പേഷ്യന്റ് ആണ്. ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി ഇവിടെ ജീവിക്കുന്നത്. ഈ മഴ പെയ്യുമ്പോൾ ഈ രൂക്ഷഗന്ധവും പുകയും താഴോട്ട് ഇറങ്ങുകയാണല്ലോ, ആ സമയത്ത് എന്താണ് നിങ്ങളുടെ സാഹചര്യം? അന്നേരം ഭയങ്കര ശ്വാസം മുട്ടല, ചുമയും ശ്വാസം മുട്ടലും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ നടത്തിയ മെഡിക്കൽ റിപ്പോർട്ടിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ഈ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുന്നത് ഈ പുക കാരണമാണെന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടി ഉണ്ടാകുന്നില്ല. അധികാരികൾ ആരും ഞങ്ങളെ ശ്രദ്ധിക്കണോ ഇല്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യണമില്ല.
കളക്ടർ പലതവണ പല രീതിയിലും ഇടപെടൽ നടത്തുന്നുണ്ടെങ്കിലും ഒന്നും നിങ്ങൾക്ക് അനുകൂലമല്ല. അനുകൂലമായിട്ടല്ല. വീണ്ടും ഒരു പരിശോധനയ്ക്കുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുള്ളി കൊടുത്തിരിക്കുകയാണ്. അതെ അതെ. അരുൺ, ഇവിടെ പല തവണ ഈ പുക പരിശോധിക്കണം, ഇവർ പറയുന്നത് സത്യമാണോ എന്ന് മനസ്സിലാക്കണം, തെളിവ് വേണമെന്നതാണ് കളക്ടറുടെ ആവശ്യം. അതായത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ റിപ്പോർട്ടുണ്ട് ഈ പ്രദേശം ജനവാസ യോഗ്യമല്ല എന്ന്, ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ റിപ്പോർട്ടുണ്ട് ഈ പ്രദേശം ജനവാസ യോഗ്യമല്ല എന്ന്. പക്ഷേ ഇപ്പോഴും കളക്ടർ പറയുന്നത് അദ്ദേഹത്തിന് ഇനിയും റിപ്പോർട്ടുകൾ വേണം, ഈ പ്രദേശം ജനവാസ യോഗ്യമല്ല, ഇവിടെയുള്ള ജനങ്ങൾക്ക് ശ്വാസമുട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ കമ്പനികൾ മൂലം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇനിയും പരിശോധനകൾ വേണമെന്നതാണ് കളക്ടർ പറയുന്നത്. ഓരോ തവണയും കളക്ടറുടെ വാക്കിൽ വിശ്വസിച്ച് അല്ലെങ്കിൽ അധികാരികളുടെ വാക്കിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു ജനതയാണിത്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടുണ്ട്, ഹരിത ട്രിബ്യൂണലിന്റെ വിധിയുണ്ട്. ഈ സ്ഥലം ആവാസയോഗ്യമല്ല. എന്നിട്ടും ഈ സ്ഥലത്തെ മനുഷ്യരെ പുനരധിവസിപ്പിക്കുന്നതിനോ ഇവരുടെ 9.5 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് ഇവരെ മറ്റേതെങ്കിലും സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനോ കളക്ടറടക്കം ഭരണകൂടം പുലർത്തുന്ന നിസ്സംഗത ഒന്നും രണ്ടുമല്ല 35 വർഷമാകുന്നു എന്നുള്ളതാണ്. ഇനിയെങ്കിലും സർക്കാർ അടിയന്തരമായിട്ട് ഇടപെടണം. വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിനോട് അതേപോലെ ജില്ലാ കളക്ടറോടും നമ്മളുടെ അപേക്ഷയാണ്, നിങ്ങൾ ഈ മനുഷ്യരോട് അല്പം കരുണ കാണിക്കണം. കഴിഞ്ഞ 35 വർഷമായി തുടരുന്ന ജീവിതമാണ്. അവരിൽ പലർക്കും ക്യാൻസർ ബാധിച്ചു, അവരിൽ പലരും ലങ്സ് ഡിസോർഡർ, ഇപ്പോഴും ശ്വാസകോശ സംബന്ധമായ അസുഖം അനുഭവിക്കുന്നു. നിങ്ങൾ പരാമർ അടിച്ചതുപോലെയുള്ള മണമടിച്ച് കഴിയേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ആ മനുഷ്യരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ഇവരെ ഒന്ന് പുനരധിവസിപ്പിക്കാനുള്ള ഒരു ചെറുവിരലനക്കാൻ സർക്കാർ സംവിധാനം ഉണരാത്തത്? ഇതൊരു പൊതുമേഖലാ സ്ഥാപനമല്ലേ? എന്തുകൊണ്ടാണ് BPSലും HOCയും ഇക്കാര്യത്തിൽ അനുഭാവപൂർണ്ണമായൊരു നിലപാടെടുക്കാത്തത്? ഈ 42 കുടുംബങ്ങളും ഇനി ആരോട് പരാതി പറയണം എന്നതാണ് ചോദ്യം. നമുക്കിപ്പം ജസ്റ്റിസ് കമാൽ പാഷ ചേരുന്നുണ്ട് തത്സമയം. ശ്രീ കമാൽ പാഷ, വെരി ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഈ 42 മനുഷ്യരുടെ അനുഭവം കേൾക്കുകയായിരുന്നു. അവരിൽ പലർക്കും ശ്വാസകോശ അസുഖങ്ങൾ, പലർക്കും ക്യാൻസർ ബാധിതർ, കുട്ടികൾക്ക് ത്വക്ക് രോഗം. പരാമർ എങ്ങനെയാണോ അടിക്കുന്നത് അതേപോലെയുള്ള മണം ത്രൂ ഔട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനതയാണ്. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ 9.5 ഏക്കർ സ്ഥലത്ത് താമസിക്കുന്ന 42 കുടുംബങ്ങൾ. ഹൈക്കോടതി ഉത്തരവ് അനുകൂലമാണ്, ഹരിത ട്രിബ്യൂണലിന്റെ വിധി അനുകൂലമാണ്, ഒപ്പം മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഉത്തരവും ഇവർക്ക് അനുകൂലമാണ്. പക്ഷേ ആരും ഒരു ചെറുവിരൽ ഇവർക്ക് അനുകൂലമായി അനക്കുന്നില്ല. എന്താണ് ജസ്റ്റിസ് കമാൽ പാഷ ഇനി ഇവരുടെ മുന്നിലുള്ള വഴി? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇവരുടെ ഈ പ്രശ്നം അവർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യമാണ്. ഏതാണ്ട് മാസങ്ങൾക്ക് മുമ്പ് അതിനുള്ള പരിഹാരമൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. കാരണം അവരിപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് അത്ര ശരിയായ രീതിയിലുള്ള ഒരു ലിറ്റിഗേഷൻ അല്ല നടന്നുണ്ട്. അവർക്ക് എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കിട്ടിയില്ല. അരുണ നോക്കിക്കോളൂ. അതായത് അത് ആ കണ്ടന്റ് ഒന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല അതിനകത്ത് വന്നേക്കുന്നത്. അവിടെ ഇരുന്ന് കുറെ കാര്യങ്ങളൊക്കെ ജഡ്ജിയൊക്കെ വിളിച്ച് പറയുന്ന ഒന്നും ഈ ഓർഡറിനകത്തില്ല. അതാണ് കാര്യം. ഇവർ കേൾക്കത്തക്കൊണ്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഈ പാവങ്ങൾക്ക് നീതി കിട്ടത്തക്കൊണ്ടുള്ള ഒരു എക്സിക്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഓർഡർ കൊടുക്കണ്ടേ? ഇവരിപ്പോ ഒരു കണ്ടന്റ് കൊണ്ട് നടക്കാണ്. അത് ഒരു പ്രയോജനമുള്ള ഒരു കാര്യമല്ല. അതല്ലാതെ വീണ്ടും നല്ല രീതിയിൽ അത് മുമ്പോട്ട് കൊണ്ടുപോയാലേ പറ്റുള്ളൂ. പിന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് യഥാർത്ഥത്തില് രാഷ്ട്രീയമായ ഒരു ഇടപെടൽ ഇതിന് വളരെ അത്യന്താപേക്ഷിതമാണ്. കാരണം 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ അതിന്റെ ഇടയിൽ കിടന്ന് ഇവര് വീർപ്പുമുട്ടാണ്. ഈ പാവങ്ങൾ എന്ന് പറയുന്നത് വളരെ ദുരിതത്തിലാണ്. അത്രത്തോളം കഷ്ടമാണ് ഇവരുടെ കാര്യം. അവർക്ക് നിത്യരോഗികളായിട്ട് അവർ മാറുകയാണ്. അതാണ് വലിയ പ്രശ്നം. കാരണം ശ്വാസകോശ രോഗങ്ങൾ ഒരുപാടുണ്ട്, വളരെ ബുദ്ധിമുട്ടാണ്. അതായത് എൻഡോസൾഫാന്റെ ദുരിതത്തെക്കാഴിയൊക്കെ വളരെ കൂടുതലാണിത്. ഇത് അവരൊരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. ഇവർക്ക് ഈ 2 കമ്പനികൾ കൊടുക്കുന്ന CSR ഫണ്ട് ഉണ്ടല്ലോ, അത്രയും പോലും വേണ്ട ഇത് ഏറ്റെടുക്കാൻ. ഈ 2 കമ്പനികളെ കൊണ്ട് ഈ വസ്തു ഏറ്റെടുക്കാനായിട്ട് ഉള്ള ഒരു ഓർഡർ ഹൈക്കോടതി കൊടുത്തിരുന്നെങ്കിൽ അത് മതി. ഞാൻ പറഞ്ഞത് അതിനുവേണ്ടി വേണം മുമ്പോട്ട് പോകാൻ. അതായത് ഈ വസ്തു ഈ കമ്പനികൾ അക്വയർ ചെയ്യണം. കാരണം ഇവർക്ക് ഒരു സ്ട്രിപ്പ് ഓഫ് ലാൻഡ് ആണ്. അത് 1-2 കമ്പനി കൂടെ അക്വയർ ചെയ്യണം, അല്ലെങ്കിൽ ഒരു സ്ഥാപനമായിട്ട് അക്വയർ ചെയ്യണം. അവർക്ക് ചെയ്യാൻ വയ്യാത്തൊന്നും അല്ലത്. വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കമ്പനികളാണ് ശ്രീ കമൽ പാഷ. അതെ, അത്രത്തോളം വലിയ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന കൊള്ളയടിച്ച് ഉണ്ടാക്കുന്ന പൈസ അല്ലേ പെട്രോൾ, നമുക്കറിയാമല്ലോ. അപ്പൊ ഇത് എന്നിട്ട് അത് ഈ പാവങ്ങൾക്ക് ഇവരുടെ ദുരിതത്തിന് ഈ വസ്തു അങ്ങ് അക്വയർ ചെയ്താൽ അത് മാത്രം മതി. കറക്റ്റ്. ആ വഴിക്കാണ് ഇനി നീങ്ങേണ്ടത്. അതിനൊരു സർക്കാരും അല്ലെങ്കിൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ഉണ്ടാവണം വേണ്ടത്. പക്ഷേ ഇവർ നീങ്ങേണ്ടത് ഈ രീതിയിലാണ്, ഈ വസ്തു അക്വയർ ചെയ്യിപ്പിക്കാനായിട്ട്. കാരണം ഇത് ഇങ്ങനെ കിടക്കാൻ പറ്റത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വഴി മാത്രമേ കളക്ടർ ഒരു അനുകൂലമായിട്ട് റിപ്പോർട്ട് ചെയ്തില്ല. ഇപ്പോൾ ഹരിത ട്രിബ്യൂണലിന്റെ ഒരു വിധിയുണ്ട്, ഇത് ആവാസയോഗ്യമല്ല. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഒരു ഉത്തരവുണ്ട്, ഇത് ആവാസയോഗ്യമല്ല. കളക്ടർക്ക് ഒരു ഉത്തരവിടാനുള്ള അധികാരമുണ്ടല്ലോ അല്ലേ ജസ്റ്റിസ് കമാൽ പാഷ? ഈ കമ്പനിയോട് ആവശ്യപ്പെടാമല്ലോ കളക്ടർക്കും.
ഹൈക്കോടതിക്ക് തന്നെ നന്നായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ് അരുൺ. ഇതിനകത്ത് എന്താ പ്രശ്നം എന്നറിയാം. അതായത് ഇവർ ചെയ്യേണ്ട ഇപ്പൊ ഉള്ള ഓർഡർ ഞാൻ മനസ്സിലാക്കിയത്, ഞാനിത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും, മനസ്സിലാക്കിയത് ഡെയിലി ഉള്ള പൊല്യൂഷൻ റേറ്റ് അളക്കാൻ വല്ല പ്രയോജനമുണ്ടോ? പൊല്യൂഷൻ ഉണ്ട്, അത് വാസയോഗ്യമല്ല എന്ന് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞാണ്. ഇനി ഡെയിലി ഉള്ള പൊല്യൂഷൻ അളന്ന് കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ പ്രയോജനം? ഇവർക്ക് എന്തെങ്കിലും കിട്ടുമോ? ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നിർബന്ധമായിട്ട് ഇത് ഏറ്റെടുപ്പിക്കാനായിട്ട് ഈ വസ്തു അവര് അക്വയർ ചെയ്യണം, കമ്പൽസറി ആയിട്ട് ഇത് അക്വയർ ചെയ്യണം, ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ഓർഡർ കിട്ടിയാൽ മാത്രം മതി. അതിന് വേണം ഇവർ മുമ്പോട്ട് പോകാൻ, അല്ലാതെ ഇവരിപ്പോ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ജസ്റ്റിസ് കമാൽ പാഷ. അലി അക്ബർ ഷാ, നമുക്ക് ഈ കമ്പനി പ്രതിനിധികളുമായി എപ്പോഴെങ്കിലും ഒന്ന് സംസാരിക്കണം. എന്തുകൊണ്ടാണ് ഇവർ ഈ സ്ഥലം ഏറ്റെടുക്കാത്തത്? കോടിക്കണക്കിന് രൂപ ലാഭം ഉണ്ടാക്കുന്ന പൊതുമേഖലാ സ്ഥാപനമല്ലേ? 42 കുടുംബങ്ങളെ പെരുവഴിയിലാക്കിയിട്ട് അവർക്ക് തീരാ ദുരിതം സമ്മാനിച്ചിട്ട് ആ ലാഭം ഊറ്റിക്കൊണ്ടുപോകാൻ എങ്ങനെയാണ് കഴിയുക ഒരു ജനാധിപത്യ രാജ്യത്ത്? നമുക്കിപ്പം ഇപ്പോൾ അഞ്ജലി ശ്രീജിതാരാജ് കൂടി ചേരുന്നുണ്ട്. പങ്കജാക്ഷന്റെ വീട്ടിൽ നിന്നാണ് അഞ്ജലി ചേരുന്നത്. അഞ്ജലി, പങ്കജാക്ഷന്റെ അവസ്ഥ ഇപ്പോൾ എന്താണ്? ഈ വിഷപ്പുക ശ്വസിച്ചാണോ പങ്കജാക്ഷൻ ഇങ്ങനെ കിടപ്പിലായത്? ഡോക്ടർ അനിരുദ്ധ് കുമാർ, എനിക്ക് ഒരു കാര്യം മാത്രമാണ്, കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ ഞാൻ ഈ വീട്ടിലേക്ക് എത്തിയിട്ട്. അതായത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട സർക്കാർ എവിടെയാണ്? നമ്മൾ എന്തിനാണ് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് അങ്ങോട്ടേക്ക് അയക്കുന്നത്? അവർക്കൊന്നും ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പുറത്തേക്ക് അറിയിക്കാൻ കഴിയുന്നില്ലേ? ഭരണകൂടത്തെ അറിയിക്കാൻ കഴിയുന്നില്ലേ? പങ്കജാക്ഷന്റെ വീട്ടിലാണുള്ളത്. ഇദ്ദേഹം കുറേ നാളുകളായി ഇത്തരത്തിൽ കിടപ്പിലാണ്. അതായത് ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയുന്നില്ല ഈ മനുഷ്യർക്ക്. അദ്ദേഹത്തിൻ്റെ സഹോദരിയുണ്ട്, അവരുടെ ഭർത്താവുണ്ട്, എല്ലാവരും ഈ വീട്ടിലാണ്. ഇവർക്ക് ഇവിടുന്ന് പോകാൻ വേറെ ഇടമില്ല. അതായത് 14 ഗുളികകളാണ് ഒരു ദിവസം പങ്കജാക്ഷന് കഴിക്കേണ്ടി വരുന്നത്. അതിനെല്ലാം കാരണക്കാരെന്ന് പറയുന്നത് ഈ കമ്പനിയാണ്, ഇവിടുന്ന് നിന്ന് വരുന്ന പൊല്യൂഷനാണ്. ഇത് ശ്വസിച്ചുകൊണ്ട് എത്ര നാൾ, അതായത് കുറച്ച് മണിക്കൂറുകളായിട്ടേ ഉള്ളൂ അത് ഈ വീട്ടിൽ ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ടുള്ളത്. എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് ആ ഒരു മണം, ആ ഒരു വൃത്തികെട്ട ദുർഗന്ധം. ഇത് ശ്വസിച്ചുകൊണ്ട് ഇനിയും എത്ര നാളാണ് ഈ മനുഷ്യർ ഇവിടെ കഴിയേണ്ടി വരിക? ഇത് എന്തുകൊണ്ടാണ് സർക്കാർ ഇത് മനസ്സിലാക്കാത്തതെന്ന് എനിക്ക്, അതായത് അല്പസമയം ഇവിടെ നിൽക്കുമ്പോഴേക്കും. ഓക്കെ, കേൾക്കാം, പറഞ്ഞോളൂ അഞ്ജലി. അഞ്ജലിയുടെ ദൃശ്യങ്ങൾ കാണിക്കുന്നത് പങ്കജാക്ഷൻ്റെതാണ്. അദ്ദേഹത്തിന് അസുഖമാണ്. അദ്ദേഹത്തിൻ്റെ അസുഖം വരുന്നതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഈ BPCLയിലെയും HOCയിലെയും പുകയാണെന്ന് സംശയിക്കുന്നു. മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ടുകളുണ്ട്. എന്നിട്ടും അവിടെ ഭരണകൂടം നിസ്സഹായരായി നോക്കി നിൽക്കുന്ന അവസ്ഥ. 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഈ ലാഭമുണ്ടാക്കുമ്പോൾ അവർ ഊറ്റിപ്പിഴിയുന്നത് ഈ മനുഷ്യരുടെ ജീവനല്ലേ, അവരുടെ ആരോഗ്യമല്ലേ? നമുക്കിപ്പം CR നീലകണ്ഠൻ കൂടി നമുക്കിപ്പം ചേരുന്നു, പരിസ്ഥിതി പ്രവർത്തകരാണ്. CR 35 വർഷമായി 42 കുടുംബങ്ങൾ 9.5 ഏക്കർ സ്ഥലത്ത് 2 പൊതുമേഖലാ സ്ഥാപനങ്ങളോടും ഭരണകൂടത്തോടും സമരം ചെയ്യുകയാണ്. ഒരു ചെറുവില നടക്കുന്നില്ല. ഹൈക്കോടതി ഉത്തരവ് അനുകൂലം, മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഉത്തരവ് അനുകൂലം, ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് അനുകൂലം. അയ്യങ്കുഴിക്കാരുടെ പ്രശ്നം അവസാനിക്കുന്നേ ഇല്ലല്ലോ CR നീലകണ്ഠൻ. ഇനി എന്താ ഒരു വഴി? യഥാർത്ഥത്തിൽ വഴി വളരെ കൃത്യമായി ഹൈക്കോടതിയുടെ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. 2 ഭീകര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഇടയിൽ സാൻഡ്വിച്ച് ചെയ്യപ്പെട്ട ഇവരുടെ പ്രശ്നം എനിക്ക് കുറെ കൊല്ലങ്ങളായിട്ട് അറിയാം. നമ്മളിതിൽ പല രീതിയിൽ ഇടപെടുന്നതാണ്. അതിൽ നിയമപരമായ ഇടപെടലിൽ ജനകീയ സമരങ്ങൾ ഒരുപാട് കഴിഞ്ഞു. ഇടപെടലിൽ ഹൈക്കോടതി വളരെ കൃത്യമായി ഇത് പറഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉത്തരവുണ്ട്, അല്ലെങ്കിൽ കണ്ടെത്തലുണ്ട്, നിരവധി മറ്റ് കണ്ടെത്തലുകളുണ്ട്, ഹരിത ട്രിബ്യൂണലിനുണ്ട്. ഹൈക്കോടതി ഇതെല്ലാം പരിഗണിച്ചു. അവിടെ ഇൻഹാബിറ്റബിൾ അല്ല ആ സ്ഥലം, ഹാബിറ്റബിൾ ആയ ഒരു സ്ഥലമല്ലാതെ എന്ന് കൃത്യമായി എല്ലാവരും പറഞ്ഞു കൊടുത്ത്. വായു മോശമാണ്. മാത്രമല്ല അവിടെ ചെന്ന് നോക്കിയാൽ ആദ്യം കാണുന്ന ഒരു കാര്യം, ഇത് 2 വലിയ തോതി ഇത് കത്തിക്കുന്ന വേസ്റ്റ് ഗ്യാസ് കത്തിക്കുന്ന 2 വലിയ സംഗതികൾ ഇതിന്റെ 2ന്റെ മുകളിലുണ്ട്. അവർ പറയുന്നത്, ഗവൺമെന്റ് ആദ്യം പറഞ്ഞത് ഇവിടെ യാതൊരു കുഴപ്പമില്ല. പക്ഷെ പിന്നെ പറയാന്ന് വെച്ചാൽ ദീപാവലിക്ക് പടക്കം പൊട്ടിക്കാൻ പാടില്ല, നിങ്ങൾ അടുപ്പ് കത്തിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയാം. ഒരു മനുഷ്യർ ഇങ്ങനെ വർഷങ്ങളായി ജീവിക്കുന്ന സ്ഥലത്ത് അടുപ്പ് കത്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ പുറത്ത് കത്തിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അതെന്താ, ഒരു ഗ്രാമപ്രദേശമാണത്. അപ്പൊ ഇവിടെ ഹൈക്കോടതി വളരെ കൃത്യമായി ചീഫ് സെക്രട്ടറിക്ക് പല പ്രാവശ്യം കോടതിയലക്ഷ്യ കേസിൽ പോലും ചീഫ് സെക്രട്ടറി വന്നു, ഹൈക്കോടതിയിൽ വന്നു, ഞങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. ഇതിന് പ്രപ്പോസലുണ്ട്, വളരെ കൃത്യമായ പ്രപ്പോസലുണ്ട്. ഒന്നെന്താ വെച്ചാൽ ഈ ഇവർ ജീവിക്കുന്ന പ്രദേശം മനുഷ്യന് താമസിക്കണം. സർക്കാർ ഇപ്പോൾ ഹസാഡസ് കെമിക്കൽസ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം ഇതാണ്. കാരണം 2 സ്ഥലത്തും ഹസാഡസ് കെമിക്കലാണ്. അവിടെ അതിന്റെ ട്രീറ്റ്മെന്റ് പ്ലാന്റോ വേറെ എന്തെങ്കിലും പ്ലാന്റോ വേണമെങ്കിൽ അവിടെ സ്ഥാപിക്കാം, എന്നിട്ട് ഇവരെ മാറ്റി താമസിപ്പിക്കാം. ഈ പ്രപ്പോസലും സർക്കാരിന്റെ കയ്യിൽ വന്നു. പിന്നെ പറഞ്ഞാൽ ഞങ്ങൾ അതിന്റെ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാനിംഗ് ബോർഡിന് എഴുതും, മറ്റവർക്ക് എഴുതും, ഇവർക്ക് എഴുതും.
എന്നൊക്കെ പറയുക എന്നല്ലാതെ ഫലപ്രദമായി ഈ പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ മോചനത്തിനായി ഒന്നും ചെയ്യാൻ നമ്മുടെ ഒരു സർക്കാരുകൾക്കും കഴിയുന്നില്ല. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ CSR ഫണ്ടുണ്ട്. നമുക്കറിയാം, കൊച്ചിൻ റിഫൈനറി എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന കമ്പനികളിലൊന്നാണ്. ആ കൊച്ചിൻ റിഫൈനറിയുടെ അവര് ഈ ഞാൻ മറ്റൊരു കൊടുക്കുന്നതിന് മോശം പറയല്ല, കഥകളിക്കും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കും ഒക്കെ കൊടുക്കുന്ന ഫണ്ടിന്റെ പോലെ തന്നെ ഒരു ഫണ്ട് ഇതിന് നീക്കി വെച്ചാൽ കൃത്യമായും അവർക്ക് ഇത് ചെയ്യാൻ പറ്റും. അവർ ഒരുപാട് CSR ഫണ്ടുള്ള കമ്പനിയാണ്. HOC പോട്ടെ, HOC പിന്നെ നഷ്ടത്തിലാണ്. അപ്പൊ ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിക്കണ്ടേ? ഇവരുടെ CSR ഫണ്ട് വാങ്ങി ഇത് ചെയ്യിക്കണ്ടേ? മറ്റു പല കാര്യങ്ങൾക്കും നമ്മൾ കൊടുക്കുന്നില്ലായിരുന്നു. ഇത് പ്രയോറിറ്റിയാണ് പ്രശ്നമല്ലേ CR? അത് തന്നെയാണ് പ്രശ്നം, പ്രയോറിറ്റി തന്നെയാണ്. നിങ്ങളുടെ CSR ഫണ്ട് എന്തിനു ഉപയോഗിക്കുന്നു? ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. കറക്റ്റ്. എന്തായാലും നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് CR. നമുക്ക് കളക്ടറോടും നമുക്ക് അധികാരികളോടും തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കണം. താങ്ക് യു CR, നമുക്കൊപ്പം ചേർന്ന് നോക്കൂ. അപ്പോൾ ഇതിനൊരു പരിഹാരമുണ്ട്, അതിനൊരു പ്രപ്പോസൽ അവിടെയുണ്ട്, കോടതി ഉത്തരവുണ്ട്, ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ട്. എന്നിട്ടും 42 കുടുംബങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന ഭരണ സംവിധാനത്തോട് നമ്മൾ എന്ത് പറയാൻ? അഞ്ജലി നമുക്കൊപ്പം ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അഞ്ജലി, പങ്കജാക്ഷന്റെ വീട്ടിൽ നിന്ന് അവിടെ നിൽക്കുമ്പോൾ തന്നെ ആ അനുഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. കുടുംബാംഗങ്ങൾ എന്താണ് പറയുന്നത്? ഈ ശ്വാസകോശത്തിന് സംഭവിച്ച അസുഖമാണോ പങ്കജാക്ഷനെ തളർത്തിയത്? പങ്കജാക്ഷന് അതായത് വളരെ ഊർജ്ജസ്വലനായി ഇവിടെയുള്ള നാട്ടുകാർക്ക് വേണ്ടി ഏറെ അധികം കഠിന പ്രയത്നം നടത്തിയ ഒരാളാണ്. സമരസമിതിയുമായി മുന്നോട്ട് പോയി അവരെ സഹകരിച്ചുകൊണ്ട് ഇതിനെല്ലാം മുന്നിൽ നിന്ന ഒരാളാണ്. പക്ഷേ ഈ കുറച്ച് വർഷങ്ങളായി ഇദ്ദേഹം ഇപ്പോൾ ശ്വാസകോശ സംബന്ധമായ രോഗം കാരണം തളർച്ചയായി ഇവിടെ കിടപ്പിലാണ്. ആശുപത്രി അധികൃതർ പോലും ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത് എത്രയും പെട്ടെന്ന് ഈ അയ്യങ്കുഴിയിൽ നിന്നും ഇവിടെ നിന്നും പോകണമെന്നാണ്. കാരണം ഒരു നിമിഷം പോലും ഇവിടെ തുടരുന്നത് താങ്കളുടെ ജീവന് ആപത്താണെന്നാണ് ഈ വിദഗ്ധർ, ഡോക്ടർമാർ വരെ ഇദ്ദേഹത്തോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലെന്നാണ്. എന്താണ്, ഏത് രീതിയിലുള്ള അവസ്ഥയാണ് നിങ്ങൾ തുടരുന്നത്? ഇവിടെ രാത്രി കാലങ്ങളിലും ചില പകലും മഴ പെയ്ത് കഴിയുമ്പോൾ ഒരു കമ്പനിക്കാർ ഈ HOCയിൽ നിന്നും റിഫൈനറിയിൽ നിന്നും പുക, കറുത്തയും ആദ്യം വെളുത്ത പുക വരും, പിന്നെ കറുത്ത പുക വരും. ഇതെല്ലാം വന്ന് ഞങ്ങളുടെ ഈ 4 മതിൽക്കെട്ടിനുള്ളിൽ, ജയിൽ മതിലാണ് ഇവിടെ, 2 കമ്പനികളിൽ ചുറ്റപ്പെടുന്ന മതിലിനുള്ളിൽ ഇത് വന്ന് നിൽക്കും. ഇത് ഘനീഭവിച്ച് ഞങ്ങളുടെ വീടുകളുടെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് ഞങ്ങൾക്ക് കഠിനമായ ശ്വാസം മുട്ടുണ്ടാകുന്നത്. ഇത് വർഷങ്ങളായി ഉള്ള സംഭവമാണ്. ഞങ്ങളിത് പറഞ്ഞിട്ട് ആരും, ജനപ്രതിനിധികളോ സർക്കാരോ ആരും ഞങ്ങളെ ഗവനിക്കുന്നില്ല. ആകെ 9 ഏക്കർ സ്ഥലത്തിനുള്ളിലാണ് ഞങ്ങൾ കിടക്കുന്നത്. അങ്ങനെയാണ്. അതായത് എത്ര നാളായി താങ്കൾ ഇങ്ങനെ കിടപ്പിലായിട്ട്? ഇപ്പം ഒരു 5-8 മാസമായി. എന്നാലും എണീറ്റ് നടക്കും, കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. എനിക്ക് ഒരു ബൈപ്പാസ് ശസ്ത്രക്രിയ കൂടി അതിനിടയിൽ കഴിഞ്ഞു. അന്ന് എന്നോട് ഇവിടെ നിന്ന് മാറി താമസിക്കണമെന്ന് മെഡിക്കൽ സംഘം പറഞ്ഞിട്ടുള്ളതാണ്. ഈ വിവരങ്ങളൊക്കെ സർക്കാരിനും MLAയ്ക്കും പഞ്ചായത്തിനൊക്കെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ള. എൻ്റെ സഹോദരങ്ങളും അമ്മയൊക്കെ ഇവിടുന്ന് 90 വയസ്സുള്ള അമ്മയൊക്കെ മാറി ഭീമമായ തുക കൊടുത്താണ് താമസിക്കുന്നത്. അവർക്ക് ശ്വാസം മുട്ടലൊന്നുമില്ല. പക്ഷേ എനിക്ക് ഇവിടുന്ന് പോകാൻ നിവൃത്തിയില്ല, എനിക്ക് വേറെ നിവൃത്തിയില്ല. അപ്പോൾ എന്നെ ഇവിടുന്ന് മാറ്റണം എന്ന് ഞാൻ മെഡിക്കൽ സംഘം വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാനിത് പഞ്ചായത്തിനും സർക്കാരിനും ഒരു തീരുമാനം ഉണ്ടായില്ല. വീണ്ടും ഞാനിവിടെ കിടക്കേണ്ടി വന്നു. പക്ഷേ അരുൺകുമാർ, ഇദ്ദേഹത്തിന് ഒരു മാസം 7000 രൂപയുടെ മരുന്നാണ് ഇദ്ദേഹത്തിന് ചിലവ് വരുന്നത്, അതായത് മരുന്നിന് മാത്രം. ഇങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഒരു ഭീമമായ തുക നൽകി മാറി താമസിക്കുക എന്നത് സാധിക്കാത്തൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കമ്പനികൾ അവരുടെ ലാഭവിഹിതം കൊടുത്ത് ഇവരെ സംരക്ഷിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണല്ലോ സ്ഥലം അക്യൂർ ചെയ്യുകയും ഈ പാവപ്പെട്ട മനുഷ്യരുടെ മനുഷ്യാവകാശത്തെ സംരക്ഷിക്കുകയും ചെയ്തത്. കഴിയുന്നത് അതെ. അപ്പോൾ ഇവിടെ അന്തരീക്ഷ മലിനീകരണമുണ്ട്, അതുപോലെ പുകയുണ്ട്, കരിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതെല്ലാം ഇവിടുത്തെ ശ്വാസകോശത്തിലേക്കാണ് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനും ഒരു രോഗിയായി, എൻ്റെ ഭാര്യയ്ക്ക് കാൻസർ രോഗമായി, 2001 കാൻസർ രോഗിയായി, അതിൽ ചികിത്സയാണ്. ചികിത്സ എനിക്ക് കഴിയില്ല. അപ്പോൾ ഡോക്ടർമാരെല്ലാം പറയുന്നത് ഏത് സമയത്ത്, അതായത് രാത്രിയാണോ ഈ ഒരു പുകയുടെ ഇത് ഉണ്ടാകുന്നത്? പുകയുടെയൊക്കെ ചില സമയങ്ങളിൽ രാത്രിയിൽ ഉണ്ടാകാറുണ്ട്, ചില സമയങ്ങളിൽ പകൽ വരാറുണ്ട്. അങ്ങനെ 2 ഇതായിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് തന്നെ സഹിക്കുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞവർ ഇതൊക്കെ തുറന്ന് കാണുക തന്നെ വേണം. ഈ 35 വർഷമായി തുടരുന്ന പോരാട്ടമാണ്. ഇടതുപക്ഷ സർക്കാർ ഇരിക്കുമ്പോഴും ഒരു പ്രതീക്ഷയും അവർക്കില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറരുത്. വ്യവസായ വകുപ്പ് മന്ത്രി അടിയന്തരമായി ഇടപെടണം. ഈ വിഷയത്തിൽ BPCL വിചാരിച്ചാൽ നടക്കാവുന്ന കാര്യമേ ഉള്ളൂ. BPCLന്റെ CSR ഫണ്ടിൽ നിന്ന് ഈ സ്ഥലം അക്യൂർ ചെയ്യുകയാണെങ്കിൽ, അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഹസാർഡസ് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടി ഈ സ്ഥലം കണ്ടെത്തുകയാണെങ്കിൽ, ഇനി അതൊന്നും കണ്ടെത്തിയില്ലെങ്കിൽ പോലും ഈ മനുഷ്യർ ജീവിക്കണ്ടേ?
അവരുടെ ജീവൻ എന്താ വിലയില്ലാത്ത ഒന്നാണോ? 42 കുടുംബങ്ങൾ, 9.5 ഏക്കർ സ്ഥലം, എല്ലാ റിപ്പോർട്ടുകളും അവിടെ വാസയോഗ്യമല്ല എന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. കളക്ടർ എടുക്കുന്ന നിലപാട് അത് സർക്കാരിൻ്റെ നിലപാടായിരിക്കുമല്ലോ. ഇവരെ ഒന്നും സർക്കാർ കണക്കാക്കുന്നതേ ഇല്ലേ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. താങ്ക് യു അഞ്ജലി. നമുക്കിപ്പം ലേബി സജീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ലേബി സജീന്ദ്രൻ, ഹൈക്കോടതി പലതവണ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു എക്സിക്യൂട്ടബിൾ ഓർഡർ വന്നിട്ടില്ല എന്ന് ജസ്റ്റിസ് കമാൽ പാഷ സംശയം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ചീഫ് സെക്രട്ടറി അടക്കം ഈ വിഷയത്തിൽ ഇടപെടാൻ ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ നിർബന്ധിതനാകേണ്ടി വന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്താണ് ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതിയുടെ പൊസിഷൻ ലിബി സജീന്ദ്രൻ ഈ വിഷയത്തിൽ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഈ ഹൈക്കോടതി ഉത്തരവ് പരിശോധിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം, കൃത്യമായി ഇവരെ ഇവിടുന്ന് പുനരധിവസിപ്പിക്കാൻ സർക്കാരിനോട് കർശനമായി ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ്റെ ബെഞ്ചാണ് ഈ കേസ് കേട്ടത്. ഇതിന് ഇടയിൽ പല തവണ അതിരൂക്ഷമായ ഭാഷയിലാണ് കോടതി സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത്. ഏതാണ്ട് ഒരു പതിറ്റാണ്ടോളമായി നിയമ പോരാട്ടം അയ്യങ്കുഴിക്കാർ നടത്തുകയാണ്. അതിനിടയിൽ പലതവണ സർക്കാരിൻ്റെ പ്രതിനിധികളെ വിളിച്ചു വരുത്തി ഹൈക്കോടതിയിലേക്ക് ചീഫ് സെക്രട്ടറി 3 തവണയും ഹാജരാകാതിരുന്നതിനെ തുടർന്ന് ജയിലിലടയ്ക്കും എന്നുള്ള മുന്നറിയിപ്പ് ഹൈക്കോടതി നടത്തിയപ്പോഴാണ് ഹൈക്കോടതിയിലേക്ക് ചീഫ് ജസ്റ്റിസ് എത്തിയത്. നേരിട്ട് അന്ന് ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞ കാര്യം ഇതാണ്: ഇവരെ ഏറ്റവും പെട്ടെന്ന് പുനരധിവസിപ്പിച്ച് വളരെ സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. അതിനു മുമ്പ് തന്നെ നേരത്തെ 2 കമ്പനികളോടും ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി വെച്ചപ്പോൾ 2 കമ്പനികളും ഇത്തരത്തിൽ ഇവർക്ക് പുനരധിവാസം നടത്താൻ പാകത്തിലുള്ള ലാഭം അവർക്കില്ല എന്നുള്ള അറിയിപ്പാണ് നൽകിയത്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക ഒരു സ്ഥിതി 2 കമ്പനികൾക്കും ഇല്ല എന്ന് അറിയിച്ചതിനെ തുടർന്നാണ് സർക്കാരിനോട് ഇത് ഏറ്റെടുക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ എവിടെയാണ് ക്ലാരിറ്റി കുറവ് ഡോക്ടർ അരുൺ? സർക്കാരിനോട് ഈ നിർദ്ദേശം വച്ചിട്ട് ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ഇത്ര നാളും ഇത് മുടന്തി നീങ്ങുന്നതല്ലാതെ ഒരു നടപടിയും ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നില്ല. ഹരിത ട്രിബ്യൂണലിന്റെ വിധി ഇവർക്ക് അനുകൂലമാണ്. കേന്ദ്ര പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഇവർക്ക് അനുകൂലമായി റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏത് റിപ്പോർട്ടാണ് ഇവർക്ക് അനുകൂലമായി വേണ്ടത്? സ്വാഭാവികമായും ജില്ലാ കളക്ടർ ഇവിടെ അനുകൂലമായ നിലപാടെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അത് സർക്കാരിൻ്റെ സ്റ്റേറ്റിൻ്റെ പ്രതിനിധിയാണല്ലോ ജില്ലാ കളക്ടർ. സ്വാഭാവികമായും ഇവിടെ ഈ കളക്ടർ മെല്ലെ പോക്ക് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ തന്നെയാണ്. ഹൈക്കോടതി 3ാമത്തെ തവണ ചീഫ് ജസ്റ്റിസിനോട് ഹാജരാകാൻ പറഞ്ഞപ്പോഴും നിരാകരിച്ചതിനെ തുടർന്നാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജയിലിലടയ്ക്കുമെന്നുള്ള മുന്നറിയിപ്പ് ചീഫ് സെക്രട്ടറിക്ക് നൽകിയത്. അതേ തുടർന്ന് മാത്രമാണ് ഹൈക്കോടതിയിലേക്ക് ഈ പാവം മനുഷ്യരുടെ ഈ കേസുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിരീക്ഷണങ്ങളൊന്നും നേരിട്ട് കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായതുപോലും. അതിനുശേഷവും ഹൈക്കോടതി വളരെ കർശനമായ നിർദ്ദേശം, ഇവരെ ഈ 45 കുടുംബങ്ങളെയും സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് മാറ്റാനുള്ള ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനാണ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ക്ലാരിറ്റി കുറവ് എന്ന് മനസ്സിലാവുന്നില്ല. എന്നിട്ടും ഈ ഇവർ നിരാലംബരായ മനുഷ്യരാണ്. ഇവർക്ക് വലിയ സ്വാധീനങ്ങളില്ല. ഇവർ സാധാരണക്കാരായ മനുഷ്യരാണ്. 35 വർഷമായി ഗ്യാസ് ചേംബറിൽ അടയ്ക്കപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യർക്ക് വേണ്ടി നമ്മൾ സംസാരിച്ചുകൊണ്ടേയിരിക്കണം. ലേബി, അല്ലമീൻ, അലി അക്ബർ ഷാ, അഞ്ജലി. കാരണം ഇത് പൊതുസമൂഹം കാണുന്നുണ്ട്. ഒരു സർക്കാരിൻ്റെ ഇൻസെൻസിറ്റിവിറ്റി എത്രമാത്രം രൂക്ഷമാകാമോ അത്രയും തന്നെയാണ്. സർക്കാരിന് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് ഒരു തടസ്സവും മുന്നിലില്ല. അവിടെ നിയമ തടസ്സമില്ല, ഒരു തരത്തിലുള്ള സാങ്കേതിക തടസ്സമില്ല. പക്ഷേ വേണ്ടത് ഇച്ഛാശക്തി എന്നത് ഒന്ന് മാത്രമാണ്. അല്ലമീൻ നമുക്കൊപ്പം ചേരുന്നു. അല്ലമീൻ, എല്ലാവരും ഏകസ്വരത്തിൽ പറയുന്നു സർക്കാർ ഏറ്റെടുക്കേണ്ടതാണ്, ഇവരെ പുനരധിവസിപ്പിക്കണം. സർക്കാർ മറ്റെന്തെങ്കിലും പദ്ധതികളുണ്ടെങ്കിൽ അത് ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് ഈ സ്ഥലത്തുള്ള മനുഷ്യരെ സുരക്ഷിതമായ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി താമസിപ്പിക്കണം. ഇത് എൻഡോസൾഫാനേക്കാൾ വലിയ വിഷയമാണ്, തീവ്രമായ വിഷയമാണ്. അത് സർക്കാർ മനസ്സിലാക്കാതെ പോകുന്നു. ഇനി ഇവർ എങ്ങനെയാണ് മുന്നോട്ട് ഈ സമരം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? അല്ലമീൻ, അവരിപ്പോൾ നേരത്തെ HOCയുടെ മുന്നിലായിരുന്നു അരുൺ. ഇപ്പോൾ അവിടെ നിന്ന് BPCLന്റെ മുന്നിലേക്ക് വന്ന് പ്രതിഷേധം നടത്തുകയാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇങ്ങനെ 2 സ്ഥാപനങ്ങളുടെയും 2 കമ്പനികളുടെയും ഈ ഗേറ്റുകൾക്ക് മുന്നിലേക്ക്, ഓഫീസുകൾക്ക് മുന്നിലേക്ക് വന്ന പ്രതിഷേധ മുദ്രാവാക്യം മുഴക്കി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് അവർക്ക് പിന്നെ നിയമപരമായി മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് മുന്നിലുള്ള പോംവഴി. അത് പരമാവധി അവർ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ഇനി അവർക്ക് ചെയ്യാനാകുന്നത് ആ ഇടങ്ങളിൽ നിന്ന്, കിടപ്പാടങ്ങളിൽ നിന്ന് ഇട്ടെറിഞ്ഞ് പോവുക എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ പോയാൽ പിന്നെ എവിടേക്ക് പോകുമെന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അതിനവർക്ക് ഉത്തരമില്ലാത്തത് കൊണ്ട് അവരുടെ ഗതികേട് കൊണ്ട് അവർ പോവുകയാണ്. അവരുടെ മറ്റൊരാളുടെ ഒരു അനുഭവം കൂടി നമുക്കൊന്ന് കേൾക്കാം. നേരത്തെ നമ്മൾ ലൈവ് കഴിഞ്ഞപ്പോൾ നമ്മോട് വന്ന് പറയുകയായിരുന്നു, പുള്ളി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ നിന്ന് മാറി താമസിച്ചു. അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ അച്ഛന് വലിയ ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. ഇവിടെ സ്ഥലം മാറിയതിനു ശേഷം ബുദ്ധിമുട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. ചേട്ടാ, നേരത്തെ സംസാരിച്ചപ്പോൾ അച്ഛൻ്റെ ഒരു ബുദ്ധിമുട്ടും ഇവിടെ നിന്ന് സ്ഥലം മാറിയതിനു ശേഷമുള്ള ആശ്വാസകാര്യമൊക്കെ അതൊന്ന് പങ്കുവയ്ക്കാമോ? ഞാനിപ്പോൾ ഇവിടെ നിന്ന് മാറിയിട്ട് ഒരു 8-9 വർഷത്തോളമായി.
ഈ 9 വർഷം മുമ്പ് ഒരു 5-8 വർഷത്തോളം ഞാൻ സ്ഥിരം എൻ്റെ അച്ഛനെ ആശുപത്രിയിലായിരുന്നു. കൂടി വന്ന ഒരു 10-24 ദിവസം എനിക്ക് വീട്ടിൽ അച്ഛനെ താമസിക്കാൻ പറ്റും. പിന്നെ ഒരു 4 ദിവസം അച്ഛനെ ഓക്സിജൻ കയറ്റിയിടണം. ഇങ്ങനെ സ്ഥിരം പരിപാടി ഒരു വർഷങ്ങളോളം ഞാൻ തുടർന്നുകൊണ്ടിരുന്നു. അവസാനം ഗതികെട്ടാണ് ഞാൻ ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയത്. ഈ നാട്ടിൽ നിന്ന് വിട്ടുപോയി ഞാൻ വേറൊരു വീട് ഒരു കണക്കിലെല്ലാം വിറ്റുപറിക്കി, വേറെ സ്വർണ്ണം എല്ലാം വിറ്റുപറിക്കി ഒരു വീട് വെച്ചു. അവിടെ താമസിപ്പിന് എൻ്റെ അച്ഛനെ ഒരൊറ്റ ദിവസം പോലും ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ല. അതാണ് എൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ഈ കമ്പനിയുടെ ഈ മതിലിനോട് ചേർന്നാണ് ഒരു ടാങ്ക് ഉള്ളത്. നിങ്ങളിതിപ്പോൾ ക്യാമറ തിരിച്ചു കാണാൻ പറ്റും. ഈ ടാങ്ക് പണ്ട് ഇവിടെ പൊട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് 5 ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ വീട് കണ്ടത്. ഈ രാത്രിയിൽ മുഴുവനും ഞങ്ങൾ ഓടി, ഏതൊക്കെ വഴിക്കൊക്കെ ഓടിയെന്നറിയാമോ? അവസാനം ഞങ്ങളുടെ വളരെ പ്രായമുള്ള 2 വല്യമ്മമാർ ഈ മതിൽ കുത്തി തുറന്ന് അവർക്ക് ഓടാൻ പറ്റിയത്. അതുപോലെ സാഹചര്യം ചേട്ടാ, നിങ്ങൾ നിയമപരമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം? ഈ സമരവും പ്രതിഷേധമൊക്കെ എങ്ങനെ മുന്നോട്ട് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോകുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ സാറ് ഇവിടെ പറഞ്ഞല്ലോ, അങ്ങോട്ട് അകത്തേട്ട് വീഡിയോ എടുക്കരുത്. നിങ്ങളിത് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ റോഡ് സൈഡിൽ ഇവരുടെ ക്രൂഡ് ഓയിലും, അതായത് പെട്രോളും ഡീസലും പോണ ഇത് എന്താ വെച്ചാൽ അത്രയും റോഡിൽ നിന്ന് ഒരു പടക്കം എറിഞ്ഞാൽ കത്ത് പിടിക്കുന്ന രീതിയിലാണ്. എന്നിട്ടാണ് ഇവർ വലിയ സുരക്ഷ പറയണത്. അപ്പുറം ചെന്ന് നോക്കി ഇവരുടെ മതിൽ പൊളിഞ്ഞെടുക്കണം കാണിച്ചു തരാം. യാതൊരു സുരക്ഷയില്ല. മുമ്പിൽ മാത്രമാണ് ഇവർ സുരക്ഷയുള്ളൂ. ബാക്കിയുള്ള സുരക്ഷ എന്ന് പറഞ്ഞാൽ ഇവർ കള്ളത്തരാണ്. സേഫ്റ്റി അവാർഡ് വാങ്ങിക്കണതും ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ഗ്രീൻ ട്രൈബ്യൂണൽ 2 കോടി പിഴ ഇവർക്ക് ഇട്ടത്. ഈ 2 കോടി പിഴ ഇട്ടിട്ടും അതിനെ നിയമപരമായിട്ട് ഇവർ കള്ളത്തരത്തിലൂടെ നേരിടണേ. എന്നുവെച്ചാൽ അവിടെ ഇവിടെ 2 മരം വെച്ചിട്ട്. പിന്നെ നിയമപരമായിട്ടുള്ള നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്ന റിപ്പോർട്ടുകളെല്ലാം ഇവർ തിരുത്തി കൊടുക്കണം. ഞങ്ങളിവിടെ മെഡിക്കൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് കോടതിയിൽ ഞങ്ങളാണ് ഹാജരാകുമ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ 16-ാം വാർഡിൽ നിങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല മണമില്ലേ, ഇത് ഇത്ര ദുർഗന്ധം രാത്രി സഹിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വാർഡിൽ നടത്തിയ മെഡിക്കൽ റിപ്പോർട്ട് ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7-ാം വാർഡിൽ നടത്തിയിട്ട് അത് തിരുത്തി കോടതിയിൽ കൊടുത്തു. അത് ഞങ്ങൾ കളക്ടറേറ്റിൽ ഞങ്ങൾ പ്രസിഡൻറ്റും എല്ലാം കൂടി ചോദ്യം ചെയ്ത് ഇപ്പോൾ കളക്ടർ പറഞ്ഞാന്നറിയാമോ, അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്കാണ്. പിന്നെ മലിനീകരണത്തെ കുറിച്ച് പറയുന്ന പുള്ളി വയറ്റിലാണെങ്കിലും ഇത് ഉണ്ടാവില്ല എന്ന് പറയണേ. അരുൺകുമാർ ചുരുക്കി പറഞ്ഞാൽ ഇവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അവരെ കൊണ്ട് ചെയ്യാവുന്ന രീതിയിലുള്ള പോരാട്ടവും നടപടികളുമൊക്കെ അവർ നടത്തുന്നുണ്ട്, മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ പല രീതിയിൽ അവരെ പറ്റിക്കുന്നു എന്നുള്ളതാണ്. അവർക്ക് ഈ പ്രശ്നത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണമെങ്കിൽ സർക്കാർ കണ്ണു തുറക്കണം, ജില്ലാ ഭരണകൂടം കണ്ണു തുറക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ കമ്പനികൾ കനിയണം. അതിന് എന്ത് നടപടി സർക്കാരും കോടതികളും സ്വീകരിക്കുമെന്നുള്ളത് മാത്രമാണ്. അല്ലാതെ മറ്റു മാർഗമില്ല. ആ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അത്രമേൽ ഇൻസെൻസിറ്റീവാണ് കാര്യങ്ങൾ. 42 കുടുംബങ്ങളുടെ മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിന് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ മുന്നിലുള്ളത്. കളക്ടർ എന്ത് ചെയ്യുന്നു എന്ന ചോദ്യം നമ്മൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യരുടെ കാര്യത്തിൽ ഇടപെടാൻ ഉത്തരവാദിത്തപ്പെട്ട ചീഫ് സെക്രട്ടറി ഹൈക്കോടതിക്ക് കൊടുത്തിരിക്കുന്ന ഉറപ്പുകൾ കാറ്റിൽ പറത്തുന്നത് എന്തുകൊണ്ടാണ് എറണാകുളം ജില്ലയിൽ തന്നെയുള്ള വ്യവസായ വകുപ്പ് മന്ത്രിക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാതെ പോകുന്നത്? ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് കോടികൾ ലാഭമുണ്ടാക്കുമ്പോൾ അതിൻ്റെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രം ഒരു പരിധിവരെ ഈ പ്രശ്നം പരിഹരിക്കാമെന്നിരിക്കെ ഇത്തരം വിഷയങ്ങളോട് ഇൻസെൻസിറ്റീവായ അപ്രോച്ച് സ്വീകരിക്കുന്നത് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഗുണകരമല്ല, അത് ഭൂഷണമല്ല എന്നതുകൂടി നമ്മൾ ആവർത്തിച്ചു പറയേണ്ടി വരും. ഈ റിപ്പോർട്ടറോടുകൂടി നമ്മൾ ഇത് അവസാനിപ്പിക്കുകയല്ല. ഇവരുടെ പ്രശ്നങ്ങളിൽ നിരന്തരം റിപ്പോർട്ടർ TV ഇടപെട്ടുകൊണ്ടിരിക്കും. ഈ പ്രശ്നം എവിടം വരെയാണോ നമുക്ക് കൊണ്ടുചെന്നെത്തിക്കാവുന്നത് അതുവരെ ജനകീയ പ്രതിഷേധങ്ങൾക്കൊപ്പം റിപ്പോർട്ടർ TVയും ഉണ്ടാവും. കാരണം ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ആരുമില്ല. ഒരു ചടങ്ങ് പോലെ BPCLന്റെയും HOCയുടെയും മുന്നിൽ നിന്ന് ഓരോ ദിവസവും രാവിലെ പ്രതിഷേധം മുഴക്കി ഇവർ കടന്നു പോകുമ്പോൾ ഇതൊക്കെ ഒരു തമാശ എന്ന മട്ടിൽ കണ്ടിരുന്ന് ചിരിക്കുകയാണ് ഈ മേലാളന്മാർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത്രയും ഇൻസെൻസിറ്റിവിറ്റി മനുഷ്യന്റെ അവകാശങ്ങളോട് പാടില്ല എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇവർക്ക് ഇവിടെ ആവാസയോഗ്യമല്ല എന്ന് സാക്ഷ്യപ്പെടുത്തിയത് ഇതേ സംസ്ഥാന സർക്കാരിൻ്റെ മലിനീകരണ നിയന്ത്രണ ബോർഡാണ്. ഇവർക്ക് ഇവിടെ ആവാസയോഗ്യമല്ല എന്ന് വിധിച്ചത് ഗ്രീൻ ട്രിബ്യൂണലാണ്. ഇവരെ പുനരധിവസിപ്പിക്കണമെന്ന് പറഞ്ഞത് സംസ്ഥാനത്തെ ഹൈക്കോടതിയാണ്. എന്നിട്ടും ആ ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന ഒരു ഭരണകൂടമാണ് നമ്മുടെ നാട്ടിലുള്ളതെങ്കിൽ നാളെ അയ്യങ്കുഴിക്കാരുടെ അവസ്ഥ നിങ്ങൾക്കും വന്നേക്കാം. അന്നും നിങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരാളും ഇവിടെ ഉണ്ടാവില്ല എന്നത് മാത്രമേ നമുക്ക് ഈ പ്രഭാതത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളൂ. അയ്യങ്കുഴിക്കാരുടെ വിഷയത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് നമ്മൾ ഇത് തുടരുമെന്ന് പറയുന്നു. താങ്ക് യു അഞ്ജലി, താങ്ക് യു ലേബി, താങ്ക് യു അലി അക്ബർ ഷാ, താങ്ക് യു അല്ലമീൻ. ഈ വിഷയം ഒരിക്കൽ കൂടി ജനശ്രദ്ധയിൽ എത്തിച്ചതിന് അയ്യങ്കുഴിക്കാരുടെ വിഷയം ഒറ്റപ്പെട്ട വിഷയമായി തള്ളിക്കളയരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ജീവിക്കുമ്പോൾ എപ്പോഴെങ്കിലും സ്ഫോടനം ഉണ്ടാവുകയാണെങ്കിൽ കാറ്റടിക്കുന്ന സമയത്ത് ഇല മുകളിലേക്ക് അടിച്ചു നോക്കണം, ഇല മുകളിലേക്ക് ഇട്ട് നോക്കണം. ആ ഇല എങ്ങോട്ട് പോകുന്നു, ആ ദിശയ്ക്ക് എതിർവശത്തേക്ക് ഓടണം എന്നൊക്കെ സുരക്ഷാ കാരണങ്ങൾ പറഞ്ഞ് 2 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കിടയിൽ ജയിലറയിൽ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യരാണ്. ഗ്യാസ് ചേമ്പറിൽ ജീവിക്കാൻ വിധിക്കപ്പെട്ട മനുഷ്യരാണ്. അവരെ ഇനിയെങ്കിലും സ്വതന്ത്രരാക്കണം പ്ലീസ് എന്ന് മാത്രമേ നമുക്കും അധികാരികളോട് പറയാനുള്ളൂ.